ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് തലയിൽ തൊട്ടാൽ മതി. എത്ര നരച്ച മുടിയാണെങ്കിലും എത്ര പ്രായമുള്ളവരാണെങ്കിലും ഇതൊന്ന് തലയിൽ തൊട്ടാൽ മതി കട്ട കറുപ്പാകാൻ. ഇതെങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കൂ. വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇത് ഉപയോഗിക്കുന്ന അടിപൊളി ഒരു മാജിക് ഡൈ ഓയിലാണ്. ആർക്ക് വേണേലും തലമുടി നരച്ചവർക്കാണേലും കുട്ടികൾക്കാണേലും ആർക്ക് വേണേലും ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ്, ഞാൻ ഇവിടെ ഒരു ടിഷ്യൂ പേപ്പർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് 2-3 മടക്കിയെടുക്കുക. ഇതൊന്ന് മടക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കംഫർട്ട് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സ്പ്രേ ആണെങ്കിലും മതി കേട്ടോ. അപ്പോൾ ഞാൻ സ്പ്രേ ആണ് ഇതെടുക്കുന്നത്. കുറച്ച് സ്പ്രേ ഒന്ന് ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്തിനാ വെച്ചാൽ നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ചില നേരങ്ങളിൽ നമുക്ക് വയ്യാഴികയൊക്കെ ആണെങ്കിൽ നമ്മൾ വാഷിംഗ് മെഷീൻ തുണി ഇട്ടിട്ട് അലക്കാനൊന്നും വയ്യാതെ ഒരവസ്ഥ വരുവാണെങ്കിൽ ഈ തുണി വാഷിംഗ് മെഷീനുള്ളിൽ കിടന്നിട്ട് ഭയങ്കര ഒരു സ്മെല്ല് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ തുണിക്കും വാഷിംഗ് മെഷീൻ ബാഡ് സ്മെല്ലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഇത് ഇതേ രീതിയിൽ ആ ഒരു സ്പ്രേ കുറച്ച് ഒരു ടിഷ്യൂ പേപ്പറിൽ അടിച്ചതിന് ശേഷം അതിലിട്ടിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ വയ്യടിയൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചലക്കിയാൽ മതി. അപ്പോൾ ആ തുണിക്കൊരു ബാഡ് സ്മെല്ല് വരത്തില്ല. അതുപോലെ തന്നെയാണ് ഒരു ടിപ്പ് പറഞ്ഞു തരാം. കുറച്ച് കല്ലുപ്പ് ഒരു തുണിയിൽ കെട്ടിയിട്ട് ഇങ്ങനെ തുണികൾ അലക്കാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കൊട്ടയ്ക്കകത്താണേലും അതുപോലെ തന്നെ ഇതുപോലെ വാഷിംഗ് മെഷീനുള്ളിലാണെങ്കിലും ഇതുപോലെ തുണിയുടെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. ബെസ്റ്റ് സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇവിടെ ഞാൻ മൂവാണ് എടുത്തിരിക്കുന്നത്. സാധാരണ മൂവൊക്കെ നമ്മുടെ കാലുവേദനയ്ക്ക് കൈവേദനയ്ക്കൊക്കെയാണ് പറ്റുന്നില്ലേ. പക്ഷേ ഇതുകൊണ്ട് നമ്മുടെ വീട്ടിൽ പെറ്റി പെരുകി വരുന്ന എലികളെ പല്ലികളെ പാറ്റകളെ എല്ലാം തൊടുത്തി ഓടിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ കബോർഡൊക്കെ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് നിറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ഇടയിലെല്ലാം പല്ലികൾ പാറ്റകളെല്ലാം കയറി നശിപ്പിച്ച് വെക്കും അല്ലേ. പാത്രങ്ങളൊക്കെ പിന്നെ നമുക്ക് എടുക്കാൻ പോലും തോന്നില്ല, ഫുള്ള് നശിപ്പിച്ച് വെക്കും. അതിൻ്റെ കാഷ്ടങ്ങളെല്ലാം ഇതിൽ കാണും. അപ്പോൾ ഇത് നമ്മുടെ കബോർഡിനുള്ളിലേക്ക് പല്ലി പാറ്റ എലികളൊന്നും കയറാതിരിക്കാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ്. നമ്മുടെ മൂവ് കുറച്ചെടുക്കുക, എന്നിട്ട് ആ കബോർഡിൻ്റെ 4 വശങ്ങളിലും തേച്ച് വെക്കുക. ഇതുപോലെ തേച്ച് വെച്ചാൽ മതി. കുറച്ച് കയ്യിലെടുത്തതിന് ശേഷം ഇതുപോലെ 4 വശത്തും ഒന്ന് തേച്ച് വെക്കുക. അത് ഡോറിൻ്റെ ഭാഗത്ത് വേണം ഇതിങ്ങനെ തേച്ച് വെക്കാൻ. ഡോർ അടയ്ക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ എല്ലാം തേച്ച് വെക്കുവാണെങ്കിൽ കബോർഡിനുള്ളിൽ ആ പരിസരത്ത് പോലും പല്ലിയും പാറ്റ ഒന്നും കയറി വരത്തില്ല കേട്ടോ. നല്ല വൃത്തിക്ക് തന്നെ കബോർഡ് കിടക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളും കബോർഡിൻ്റെ സൈഡെല്ലാം ഒന്ന് തൂത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പല്ലീനും പാറ്റാനും ഒന്നും നമുക്ക് പേടിക്കേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇതിന് മൂവിന് ഭയങ്കര ഒരു ഗ്യാസിൻ്റെ എഫക്റ്റ് ഉള്ളത് കാരണമാണ് ഇത് പല്ലിയും പാറ്റാനും ആ പരിസരത്ത് പോലും വരാത്തത് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യും. ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ്. ഇപ്പം നമ്മുടെ വെയിലൊക്കെ ആകുമ്പോൾ നമ്മുടെ മുഖത്ത് നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ടാൻ അടിക്കാനും അതുപോലെ തന്നെ ഇപ്പം അധികം വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അധികം ഫേഷ്യലൊന്നും ചെയ്യാത്ത ആൾക്കാരൊക്കെയാണ്, ബ്യൂട്ടി പാർലറിൽ പോകാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ വീട്ടിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇതെല്ലാവർക്കും അറിയാം നമ്മുടെ മുൾത്താണി മിട്ടി. ഈ മുൾത്താണി മിട്ടി വളരെ പണ്ട് കാലം മുതലുള്ളതാണ് മുൾത്താണി മിട്ടി അല്ലേ. അപ്പോൾ ഇതെല്ലാവരും എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് ഒന്ന് എടുത്തിട്ടുണ്ട്, എന്നിട്ടൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് നമ്മുടെ റോസ് വാട്ടറാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും മാത്രം മതി. അപ്പോൾ റോസ് വാട്ടറും ഒന്നും പിടിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ 1 സ്പൂൺ തൈര് ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് നമ്മുടെ അങ്ങാടി കടയിൽ നിന്ന് മേടിക്കുന്നത് നമ്മൾ നല്ല രീതി, അതായത് പച്ചമഞ്ഞൾ പൊടിച്ചതുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പച്ചമഞ്ഞളുണ്ടെങ്കിൽ അരച്ചിട്ട് ഒരു 1/4 ടീസ്പൂണുള്ള ഈ മുൾത്താണി മിട്ടിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഫേസൊക്കെ വെട്ടി തിളങ്ങും കേട്ടോ. നല്ല വെളുവിളാന്ന് വെളുക്കും. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് മുൾത്താണി മിട്ടി. അപ്പോൾ ഞാനിങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റോസ് വാട്ടർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഫേസ് ആണെങ്കിലും കൈ ആണെങ്കിലും ഇദ്ദേഹം ഫുള്ള് ഇത് പുരട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലും മുഖത്തൊക്കെ പുരട്ടുന്നതിന് മുമ്പ് നമ്മുടെ മുഖവും അതുപോലെ കൈയൊക്കെ നല്ലപോലെ ക്ലീനായി തോർത്തുകൊണ്ടൊന്ന് തുടച്ചെടുത്ത് ഉണക്കിയതിന് ശേഷം മാത്രമേ ഇത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മുഖത്തെ അബ്സോർവ് ആകുന്നതാണ്. നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകുന്നതാണ്. അത്രയ്ക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. പിന്നെ എൻ്റെ കൈയുടെ ഒരു ഭാഗം നല്ലപോലെ വെയിലടിച്ചിട്ടൊക്കെ നല്ലൊന്ന് കറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കയ്യിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊരു 15 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ചെറിയ രീതിയിൽ സ്ക്രബ് പോലെ ഒന്ന് ആ റൗണ്ടിലൊന്ന് കഴുകിയിട്ട് ഒരു മസാജ് ചെയ്തിട്ട് ഒന്ന് കഴുകി കളയുക. സാധാരണ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ കഴുകി കാണിക്കാം. എൻ്റെ കൈ തന്നെയാണ് ഇന്ന് കഴുകിയെടുക്കുന്നത്. 15 മിനിറ്റിനുള്ളിലാണ് ചെയ്തെടുക്കുന്നത്. കണ്ടോ, നല്ലൊരു റിസൾട്ട് എനിക്ക് കൈക്ക് കിട്ടിയിട്ടുണ്ട്.
നല്ലപോലെ ഒന്ന് ആ ഒരു ഇച്ചിരി ഒന്ന് വെളുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കഴുകിയിട്ട് തോർത്ത് കൊണ്ട് ഒപ്പിയെടുത്തതിന് ശേഷം രാത്രി കിടക്കാൻ നേരത്ത് വേണം ഇത് ചെയ്യാൻ കേട്ടോ. രാവിലെ ഒന്നും ചെയ്യരുത്. അതിന് ശേഷം കുറച്ച് അലോവേര ജെല്ല് ഇത് കഴുകി കളഞ്ഞിട്ട് അലോവേര ജെല്ലെടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് കിടക്കണം. കാര്യം ഇതിനൊരു മുഖമൊക്കെ ഉണങ്ങുന്ന രീതിയിൽ വരണ്ട പോലെ ആകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇതെല്ലാം ചെയ്തിട്ട് കുറച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണ്, നിങ്ങൾ എന്ത് ക്രീമാണ് പെട്ടെന്ന് അത് പൊട്ടിട്ട് കിടക്കുക, അല്ലെങ്കിൽ അലോവേര ജെല്ല് തൊട്ടിട്ട് കിടക്കുക. നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ലപോലെ മുഖമൊക്കെ വെളുക്കുകയും കറുപ്പൊക്കെ പോകാൻ സഹായിക്കുന്നതാണ്. ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കുട്ടികൾക്ക് നല്ല, മുതിർന്നവർക്ക് നല്ല, എല്ലാവർക്കും തലമുടി നരച്ച് വരുന്നുണ്ട് അല്ലേ. ഇപ്പം കൊച്ചു കുട്ടികളിൽ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഒരുപാട് നര വരുന്നുണ്ട്. അപ്പോൾ ഈ നരച്ച മുടിയൊന്ന് മറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പൂർണ്ണമായിട്ട് ഈ നരച്ച മുടി കറുപ്പിക്കാം. അത് തന്നെയായിട്ട് നമ്മൾ ഇതൊന്ന് യൂസ് ചെയ്താൽ മതി കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഇത് നമ്മുടെ ഡൈ ആണ് കേട്ടോ. ഡൈ മാജിക് ഓയിലാണ് കേട്ടോ. അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ അല്ലാതെ ഡൈ തേച്ചിട്ട് നമ്മളൊന്നും 2 മണിക്കൂർ 3 മണിക്കൂർ ഒന്നും ഇരിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടും. ഇത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് തലയിൽ തേച്ചതിന് ശേഷം കുളിച്ചാൽ മാത്രം മതി. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ, ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് എടുക്കുന്നത്. ഇരുമ്പ് ചട്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, പക്ഷേ ഞാൻ സ്റ്റീലിൻ്റെ പാത്രമാണ് എടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കരിഞ്ജീരകം, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഹെന്ന പൗഡർ, പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ ഭൃംഗരാജിൻ്റെ പൗഡർ, അതായത് കയ്യൊന്നിയുടെ പൊടി, പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കാത്ത പൗഡർ, ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഇത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും സാധനം നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെച്ചോണം. എന്നിട്ട് ഇതുപോലെ ചെയ്ത് വെക്കണം കേട്ടോ. ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊന്ന് എണ്ണയൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ ഉപ്പ് വെള്ളമൊക്കെയാണ് മുടി നരയ്ക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് കൊടുത്തു വിട്ടാൽ മതി, ചള്ളായി പോകത്തില്ല. എത്ര നാൾ വേണേലും നമുക്കിത് നല്ല അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. ഇനി ഇത് വേണ്ടത് നമുക്ക് നല്ല ചക്കിലാട്ടി ചെയ്യണം. നല്ല ഓയിൽ, കോക്കനട്ട് ഓയിൽ മേടിക്കുക. എന്നിട്ട് അതിനൊരളവ്, ഞാൻ ഇതിപ്പോൾ 50 ഗ്രാം അടുത്താണ് വെളിച്ചെണ്ണ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. പിന്നെ ഈ കപ്പിന് 3 കപ്പാണ്, അപ്പോൾ 50 ഗ്രാം ഉണ്ട്. ആ കപ്പ് വെളിച്ചെണ്ണ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മാത്രം ചെയ്താൽ പോരെ, ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ഇത്രയും ഒന്ന് ചെയ്തപ്പോൾ തന്നെ ഇതിനൊരു ബ്ലാക്ക് കളറായില്ലേ. ഇനി ഇരിക്കെ നല്ലപോലെ കട്ട കറുപ്പായിട്ട് ഈ ഓയിൽ വരുവേ. ഇനി ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അടുപ്പിൽ കൊണ്ട് വെക്കരുത്. പകരം ഇതേ രീതിയിൽ ചെയ്ത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം വിധം. അതിനായിട്ട് കുറച്ച് വെള്ളം ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആദ്യം വെള്ളം വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ തിളപ്പിച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഈ കൂട്ടി വെച്ചേക്ക് നമ്മുടെ മിക്സറിൻ്റെ ആ ഒരു ജെല്ല്, ആ ഒരു എണ്ണ, ഇതുപോലെ ആ ഓയിൽ ഇതിലേക്ക് നിറക്കി വെക്കുക. ആ തിളയ്ക്കുന്ന കൂടെ തന്നെ ഇത് ഉരുന്ന് ചൂടാകണേ. അപ്പോൾ ആ വെള്ളം ഒന്ന് തിളച്ചിവിടെ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. കൈവിടാതെ ഇളക്കണം. അത് കട്ട പിടിക്കരുത്, ഒരുമാതിരി കുറുകി വരുന്ന പോലെ ആകരുത്. ഇത് നല്ലപോലെ ഓയിലിൽ നല്ലപോലെ പിടിച്ചിരിക്കണം. അതായത് നല്ല ലൂസായിട്ട് തന്നെ വരും. അതുകൊണ്ട് ഇത് കണ്ടില്ലേ, ഒരു പത പോലെ വരുന്ന കണ്ടില്ലേ. ഈ ഒരു പതയൊന്നും മാറുന്നിടം വരെ, അങ്ങ് ഒത്തിരി ഒന്നും മാറേണ്ട കാര്യമില്ല. ഇത് തിളപ്പിക്കരുത്. ഈ വെള്ളമേ തിളക്കാവുള്ളൂ, നമ്മുടെ ഈ ഓയിൽ തിളക്കരുത് കേട്ടോ. അതേ രീതിയിലാണ് നമ്മുടെ ഓയിൽ ഇവിടെ ഇരിക്കുന്നത്. നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഓയിലാണ്. ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇത് കറക്റ്റ് 15 ദിവസം ഒന്ന് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഈ ഓയിൽ ഒരു നല്ല തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു കുപ്പിയിലേക്ക്, നല്ല ഗ്ലാസ് ബോട്ടിൽ വേണം ഇത് ഒഴിച്ചു വെക്കാനും. മറ്റേ ബോട്ടിൽ ഇല്ലാത്തവർ അതിലൊഴിച്ച് വെച്ച് വന്നാലും പിന്നെ ഇത് വെളിയിൽ തന്നെ സൂക്ഷിക്കുക. ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെക്കേണ്ട കാര്യമില്ല. എത്ര നാൾ വേണേലും ഇങ്ങനെ ഇരുന്നോണം കേട്ടോ. അപ്പം നല്ല കുറുകിയാണല്ലോ ഇരിക്കുന്നത് കണ്ടോ, ഇതേ രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ അരിച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇതോടുകൂടി നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാം. കാര്യം ഇതിലെല്ലാം പൊടി ഐറ്റംസ് ആയത് കാരണം നമ്മുടെ തലയ്ക്കൊട്ടിക്ക് പ്രശ്നങ്ങളൊന്നും വരുത്തൊന്നുമില്ല. നല്ല ഔഷധ ഗുണങ്ങളുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്. കരിജീരകം ഒക്കെ എല്ലാവർക്കും അറിയാം, നല്ലപോലെ മുടി കറുപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ ഭൃംഗരാജ, കാത്ത പൗഡർ, അതുപോലെ തന്നെ ഇതിലടങ്ങിയിട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മുടിക്ക് നല്ലതാണ്, തലയ്ക്ക് നല്ലതാണ്. മുടി നരച്ച മുടി പോലും കട്ടക്കറുപ്പാക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ കിളുത്ത് വരുന്ന മുടി പോലും കട്ടക്കറുപ്പിൽ തന്നെ കിളുത്ത് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ ഇവിടെ റെഡിയാക്കി ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മൾ കുളിക്കാൻ എന്താണെങ്കിലും എല്ലാ വീട്ടമ്മമാരാണെങ്കിലും കുട്ടികളാണ് എല്ലാവരും കുളിക്കാൻ നേരത്തെ തലമുടിയിലേക്ക് എണ്ണ ഓയിൽ പറ്റാറുണ്ട് അല്ലേ. ആ ഓയിലിന് പകരം ഈ ഓയിൽ പുരട്ടുക. എന്നും ഡെയിലി ഇത് യൂസ് ചെയ്യണം കേട്ടോ. ഒരു 15 ദിവസത്തേക്ക് നിങ്ങൾ ഡെയിലി ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ. നല്ലൊരു റിസൾട്ട് നിങ്ങളുടെ മുടിക്ക് കിട്ടുന്നതായിരിക്കും. ഒത്തിരി മുടി കിളുക്കാത്തവർക്ക് പോലും മുടി കിളുക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ പൊഴിച്ചിൽ മാറും, താരം മാറും. അങ്ങനെ നല്ല നല്ല എല്ലാ മുടികൾക്ക് വേണ്ട എല്ലാ ഔഷധ ഗുണങ്ങളും ഉള്ളതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ഇന്ന് എൻ്റെ തലയിലേക്ക്, കുട്ടിയുടെ തലയിലേക്കുമാണ്
ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് തലയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് ചെറിയ രീതിയിലൊന്ന് മസാജ്, ഒരുപാട് വാരിക്കോടിയൊന്നും പുരട്ടരുത്, കുറച്ച് കയ്യിലെടുക്കുക. എന്നിട്ട് നമ്മുടെ കൈയുടെ വിരൽ കൊണ്ടും ചെറിയ രീതിയിൽ എണ്ണയൊന്ന് മസാജ് ചെയ്ത് തലയിലേക്ക് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ചിലർ എണ്ണ തല വെച്ച ഷാമ്പു ഇട്ട് കഴുകി കളയും. പക്ഷേ നിങ്ങൾ ഷാമ്പു ഇടാതെ താളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് കഴുകി കളഞ്ഞാൽ മതി. അല്ല ഷാമ്പു ഒന്നും തലയിലേക്ക് തേച്ച് കഴുകി കളയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മാർട്ട് സ്മെല്ലും ഒന്നുമില്ല, നല്ലൊരു സ്മെല്ലും ആണ്. ഇത് മുടിക്ക് ഏറ്റവും നല്ലതാണ്. മുടി ആർത്തി കിളുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഓയിലിൻ്റെ ഈ ഒരു കളർ കണ്ടില്ല, ഇത് കുറേ കഴിയുമ്പോൾ നല്ലപോലെ കറുത്ത് വരും കേട്ടോ. ഇരിക്കെ അത് കറുത്ത് വന്നോളൂ. ആ കറുപ്പ് നമ്മുടെ നരച്ച മുടിയിലും നല്ലപോലെ പിടിക്കുന്നതാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. കെമിക്കൽ ഡൈകളൊന്നും മേടിച്ച് നമ്മുടെ തലയിലേക്ക് ചെയ്ത് തലയിലൊന്നും വരുത്തി വെക്കേണ്ട കാര്യമില്ല. തലയിൽ അതൊക്കെ പെട്ടുമ്പോഴത്തേക്കും നരച്ച മുടി കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ അലർജി കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ നിങ്ങൾ നാച്ചുറലായിട്ട് വീട്ടിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മുടിയൊക്കെ നല്ലപോലെ തടിച്ച് വളരാനും നരച്ച മുടി കറുക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു കുപ്പിയിലേക്ക് ഒന്നൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ മുടിയിലും എൻ്റെ കുട്ടിയുടെ മുടിയിലും അപ്ലൈ ചെയ്ത് കാണിക്കാം. ഒരുപാടൊന്നും കോരി ഒഴിച്ച് തലയിലോട്ടൊന്നും എണ്ണ ഒഴുകുന്ന രീതിയിലൊന്നും ആരും പുരട്ടരുത്. ഇതുപോലെ മുടിയിൽ കൈ കോർത്ത് ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി. അതുപോലെ കുട്ടികളുടെ ആണെങ്കിലും തലമുടിയിലാണെങ്കിലും ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചീപ്പ് കൊണ്ട് പതുക്കെ ഒന്ന് ഈരി എടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ മുടിയിൽ എല്ലാ മുടിയിലും പിടിക്കും. ഒരുപാട് ശക്തിക്ക് കുറച്ചൊന്നും തലമുടി ഈരുമൊന്നും ചെയ്യരുത്, പതുക്കെ ഈരി കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബായ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക.